എത്ര നൂറുകണക്കിന് കവികളെ ഇങ്ങനെ പറയാൻ പറഞ്ഞ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും വിളിച്ച ദുഃഖമാണ് ഉണ്ണി തപസ്സല്ലോ സുഖപ്രദം അക്കിത്തം ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ആർത്തനാദം പോലെ പായുന്നു ജീവിതം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഹാ വിജുഗീഷു മൃത്യുവിനാമോ ജീവിതത്തിന് കൊടിപ്പടം താഴ്ത്തുവാനെന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. Rise brothers, rise, the awakening skies pray to the morning light, wind lies asleep in the arms of the dawn like a child that cried all night in the coromandel fissures Sarojini Rayudu. അതല്ലെങ്കിൽ ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദി ഫോറസ്റ്റ് ഓഫ് ദി നൈറ്റ് വോട്ട് ഇമോർട്ടൽ ഹാൻഡ്സ് ഓർ ഐ കുഡ് ഫ്രെയിം യു ഫിയർഫുൾ സിമെട്രി എന്ന് എഴുതിയ വില്യം ബ്ലേക്ക് ടൈഗർ എന്ന കവിതയിൽ. അതല്ലെങ്കിൽ ഡൈയിങ് ഈസ് ആൻ ആർട്ട് എന്ന് എഴുതിയ സിൽവിയ പ്ലാത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കവി. അതല്ലെങ്കിൽ 1913 നൊബൽ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ and the head is high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where worlds come out from the depth of truth, where tireless striving is stretched its arms towards perfection, where the clear stream of reason has not lost its way into very desert sand of dash habits, where the mind is led forward by thee into ever-widening thought and action. With that heaven of freedom, my father led my country awake in the Gitanjali എഴുതിയ ടാഗോർ. Light my light, well-filling light, eye-seizing light, heart-seating light എന്ന് ഗീതാഞ്ജലിയിൽ എഴുതിയ ടാഗോർ. ബംഗാളി ഭാഷയിൽ തേജോ മമ തേജോ ഭൂന പുരേ തേജോ എന്ന് എഴുതിയ ടാഗോർ. അതല്ലെങ്കിൽ ഗുരു ഗോവിന്ദ് ദോ ഖഡേ കാകെ ലാഗുപ്പ ബലിഹാരി ഗുരു അപ്നെ ജിന ഗോവിന്ദ് ദിയോ ബദായ എന്ന് എഴുതിയ കബീർദാസ്. ആയിരക്കണക്കിന് കവിതകൾ കവികളുടെ സഹിതം ഓർമ്മയിൽ നിന്ന് വരുന്ന ഓർമ്മിച്ചു വെക്കുന്ന ഒരു സാഹിത്യ സാക്ഷരത നമുക്ക് എവിടോട്ട് പോയി? ആ സാഹിത്യ സാക്ഷരത തിരിച്ചു വരാൻ ഇത്തരത്തിലൊക്കെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു 1600 ഡിസംബർ മാസം 31-ാം തീയതി. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ 1757 പ്ലാസി യുദ്ധം. ഇനി 1757 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ റവല്യൂഷൻ, സിപ്പായി മ്യൂട്ടിനി. ഇനി 1885 എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. ഇനി 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത്. 1917 ഗാന്ധിജി ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. 1922 ചൗരി ചൗറ സംഭവം.